ഒരു മഴയും കാറ്റുമുള്ള ഒരു ദിവസം ഐസ്ലൻഡിൻ്റെ ക്യാപിറ്റൽ റേക്യവിക്കിലൂടെയുള്ള ഒരു വാക്കിംഗ് ടൂറാണിത്. ഇത് ശരിക്കും അന്നത്തെ ദിവസം നമ്മൾ വേറെ കാര്യങ്ങൾക്കായിട്ടൊക്കെ മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ രാവിലെ മുതൽ അവിടെ മഴയും കാറ്റുമായിരുന്നു. കുറേ നേരം നമ്മൾ വിചാരിച്ച് എങ്ങനെയാണ് പുറത്തിറങ്ങുകയെന്ന്. പക്ഷേ പിന്നീട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളെയും ഞങ്ങൾ ആ എക്സ്പീരിയൻസിലൂടെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. മഴയിലൂടെയുള്ള ഐസ്ലൻഡ് യാത്ര എൻജോയ് ചെയ്യുക. ഒന്നാമത് ഐസ്ലൻഡിൽ ആളുകൾ കുറവാണ്. പിന്നെ ഈ കാണുന്നത് കൂടുതലും ടൂറിസ്റ്റാണ്. അവരും എത്രയെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസത്തേക്കായിരിക്കുമല്ലോ എല്ലാവരും ഐസ്ലാൻഡ് കറങ്ങാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ അവിടുത്തെ വെതറിനെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഉള്ള റെയിൻ കോട്ടും ഒക്കെ ഇട്ടങ്ങ് മഴയത്തങ്ങ് നടക്കുകയാണ് എല്ലാവരും. പക്ഷെ അത് രസമായിരുന്നു. കാറ്റെന്ന് വെച്ചാലും മനുഷ്യനെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റായിരുന്നു. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐസ്ലൻഡിൽ ചെന്നിട്ട് മഴയും കാറ്റും ഒക്കെ ആയിട്ടുള്ള ഈ യാത്ര. നല്ല ഒന്നാം തരം തണുപ്പായിരുന്നു. കാര്യം ഈ മഴയും കാറ്റും കൂടെ വരുമ്പോഴത്തേക്കും ഒന്നാമതേ തണുത്തിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ കൂട്ടത്തിൽ മഴയും കാറ്റും കൂടെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ തണുക്കുകയും ചെയ്യും. നല്ലൊരു ചില്ലി വെതറായിരുന്നു ഇത്. ഇത് ഈ ഐസ്ലൻഡിലെ ആ മെയിനായിട്ടുള്ള ആ ചർച്ച് ഏരിയയാണ്. അപ്പോൾ ചർച്ച് മഴയത്ത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ചർച്ചൊക്കെ കാണാൻ വന്ന ആളുകളെല്ലാം അതിൻ്റെ വെളിയിലൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെയൊക്കെ നിന്ന് കുറച്ച് കാഴ്ചയൊക്കെ കണ്ടു. പക്ഷേ ഇന്ന് ചർച്ചിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനുള്ളിലേക്കുള്ള കൂടുതൽ ഏരിയാസിൽ അവർ കയറ്റുന്നില്ലായിരുന്നു. അവിടെ എന്തൊക്കെയോ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ടോപ്പിലുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു, മഴയായതുകൊണ്ട് അതും ക്ലോസ്ഡ് ആയിരുന്നു. ബട്ട് എന്തൊക്കെയായാലും ഇതൊരു രസമാണ് ഈ മഴയത്ത് ഐസ്ലൻഡിലൂടെ നടക്കുന്നത്. ഐസ്ലൻഡിലേക്ക് വരാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ എല്ലാ വെതറിലും ജീവിക്കാനായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനുമായിട്ട് തന്നെ വേണം വരാനായിട്ട്. കാര്യം വളരെ അൺപ്രഡിക്റ്റബിളാണ് ഇവിടുത്തെ വെതർ. നിപ്പിൽ വെയിലുണ്ടാകും, മഴയുണ്ടാകും, കാറ്റുണ്ടാകും. ഇതിനെല്ലാം ഉള്ള ലെയേഴ്സും റെയിൻ കോട്ടും എല്ലാം ആയിട്ട് തന്നെ വേണം നമ്മൾ ഐസ്ലൻഡിലേക്ക് വരാനായിട്ട്. ഒരു ഫുൾ വാട്ടർ പ്രൂഫ് എക്യുപ്മെൻ്റായിട്ട് തന്നെ ഉണ്ടാവണം നമ്മൾ. എന്ന് വെച്ചാൽ തല മുതൽ കാല് വരെ വാട്ടർ പ്രൂഫായിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നായിരിക്കും മഴ വീഴുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഐസ്ലൻഡ് ട്രിപ്പ് വളരെ എൻജോയബിൾ ആക്കാം.
ഇത് ഭയങ്കര കാറ്റാണിത്. കാര്യം ഇതിന് കുറച്ചപ്പുറത്തേക്ക് പിന്നെ ഹാർബർ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ തെള്ളിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് ഇത്. ഐസ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ഐറ്റിനറി ആയിരിക്കണം കീപ്പ് ചെയ്യുന്നത്. കാര്യം ഈ ഒരു അൺപ്രഡിക്റ്റബിൾ വെതർ കാരണം ചിലപ്പോൾ നമുക്ക് ചില വിചാരിച്ച ടൂർസ് ഒന്നും നടന്നില്ലെന്ന് വരും, ചിലപ്പം എല്ലാം അങ്ങ് ഓക്കെ ആയെന്നും വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാം അങ്ങനെ നമ്മളൊരു റിജിഡായിട്ടുള്ള ഒരു ഐറ്റിനറി ആയിട്ട് വന്നാൽ ചിലപ്പോൾ എല്ലാം നടന്നു എന്ന് വരില്ല. പക്ഷേ ഇതിനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ കണ്ടിട്ട് ഓക്കെ ഇവിടുത്തെ വെതർ ഇതാണ് എന്നൊക്കെ അങ്ങ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഐസ്ലൻഡ് ട്രിപ്പ്. അത് ഐസ്ലൻഡ് ട്രിപ്പ് നമ്മൾ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും. എപ്പോഴെങ്കിലും പറ്റിയാൽ അത് ചെയ്യുക. കാര്യം അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന രാജ്യങ്ങളിലുള്ള പോലത്തെ ഒരു എക്സ്പീരിയൻസേ അല്ല ഐസ്ലൻഡ്. അപ്പോൾ അത് ഞങ്ങൾക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും അത് എൻജോയ് ചെയ്യുക. ഇതാ നമ്മളുടെ മുന്നിൽ ഈ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ കാറ്റത്ത്. അയാൾ കുറേ നേരമായിട്ട് ആ റെയിൻകോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ കാണുമായിരുന്നു.
ആണോ? അവിടുന്ന് ക്രോസ് ചെയ്യും. ഐസ്ലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ദിവസവും പലതവണ കാണുന്ന ഒരു സംഭവമാണ് റെയിൻബോ. ഇപ്പോഴും നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഇതാ അവിടെ ഒരു റെയിൻബോ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഒരു റെയിൻബോ, ചിലപ്പോൾ ഡബിൾ റെയിൻബോ. ഇതെല്ലാം ഈ വെയിലും മഴയും എല്ലാം കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമാണ് റെയിൻബോ.